അയ്യോ എന്റെ കുഞ്ഞിനെ ஏம்பா லைன்ல வரக்கூடாதா? என்னடா கேள்வியா கேக்குற? அவன் ஏன் ஆளு? இல்லங்க லைன்ல வர சொன்னேன் அவ்வளவுதான். டாய் அம்மா ஏய் ஏய் நான் பூசா என்னடா முறைக்கிற? உன்னால என்ன ஒண்ணும் பண்ண முடியாதுடா. நான் ரங்கண்டா. இங்க ரங்கம் வச்சதாண்டா சட்டம். உனக்கு என்ன அடிக்கணுமா? உனக்கு என்ன அடிக்கணுமா? அடிக்கணுமா? அடா 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 என்ன அடி அடி இவன் தான் கல்யாணம் பண்ண சார். അമ്മേ നിന്നോട് ഞാൻ പറഞ്ഞതാ ഒപ്പിട്ട് കൊടുക്കാൻ. ഇപ്പൊ എവിടെയാടാ നിന്റെ കോടതി? അലക്സ് അല്ലേ? ഇങ്ങളെ പറ്റി നമ്മളെല്ലാം അറിഞ്ഞു. എന്റെ പേര് അബ്ദുൾ സലാം. എല്ലാരും എന്നെ അബൂക്കാന്ന് വിളിക്കും. അല്ലാ, രംഗനുമായ അടിയുണ്ടാക്കിയില്ലേ? വേണ്ടായിരുന്നു. അവന്റെ ഇടിയും പോലീസിന്റെ അടിയും. കണ്ടോ, അത് ആ രംഗൻ. കഴിക്കേ, പട്ടിണി കിടക്കണ്ട. ആ വന്നോ ആമിന? എന്റെ മോളുടെ പേര് ആമിന എന്നാ. ഇവൾക്ക് വേണ്ടി വെക്കണതാ ഈ റൊട്ടി. മരിച്ചുപോയി എന്റെ മോളുടെ ഓർമ്മയ്ക്ക് ഇപ്പൊ ഇവളെ ഉള്ളൂ. മരിച്ചു എന്ന് പറഞ്ഞാ എന്റെ മോളെ കൊന്നു. അവനെ ഞാനും കൊന്നു. ആ മോനിത് കഴിച്ചില്ല, കഴിക്കേ. ആ ഇപ്പൊ കാര്യങ്ങളെല്ലാം ശുഭമായില്ലേ? തനിക്കെതിരെ ശ്രീമോള് മൊഴി കൊടുക്കുമെന്ന് അവൻ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. എന്തായാലും ആ ശല്യം തീർന്നല്ലോ. താൻ എങ്ങനെ അവളെ കൊണ്ടത് പറയിച്ചു? ചേട്ടാ, മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. കാമുകിയുടെ മനസ്സല്ലേ, എന്തിനും തയ്യാറാവും. എന്താ മോളെ, എന്തു പറ്റി? അങ്കിൾ എന്റെ അലക്സിനെ രക്ഷിക്കണം പ്ലീസ്. അലക്സ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കരയാതെ കാര്യം പറ. അങ്കിൾ, അലക്സ് ഇല്ലാതെ ജീവിക്കാൻ എനിക്കറിയാം. ഞാൻ അലക്സിനെ പുറത്തു കൊണ്ടുവരാം. പക്ഷേ അവനെ മോടെ ചേട്ടനും അച്ഛനും ജീവനോടെ വച്ചേക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഇനി എന്ത് ചെയ്യണം അങ്കിൾ?
അലക്സിനെ ഞാൻ രക്ഷിക്കാം. ഞാൻ പറയും പോലെ മോള് ചെയ്യുമോ? എന്റെ അലക്സിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എങ്കിൽ കോടതിയിൽ അലക്സ് മോളെ കിഡ്നാപ്പ് ചെയ്യുമെന്ന് പറയൂ. അലക്സിന് മാക്സിമം 1-2 മാസത്തെ ശിക്ഷയെ കിട്ടും. അപ്പോഴേക്കും എല്ലാം ഈ ഐജിയങ്ങൾ ശരിയാക്കാം. താൻ എന്റെ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിച്ചതും എന്തായാലും ഇനി താമസിക്കാതെ നമുക്ക് പിള്ളേരുടെ കല്യാണം നടത്താം. ഇനി അവൻ ജയിലിൽ നിന്ന് വന്ന് അത് പ്രശ്നമല്ല. ജയിലിനുള്ളിൽ പെട്ടുപോയാ പിന്നെ ശിക്ഷയുടെ അളവ് നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ആ. അയ്യോ ശ്രീമോളെ, ശ്രീമോളെ എന്ത് പറ്റി? എന്തായി കാണിച്ചേ? എനിക്ക് ജീവിക്കണം. I want to live. അവൻ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ? ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുതേ. അവൻ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇതാ മോളെ, പിടിച്ചു കൊടുക്ക. എന്താ മേസ്ത്രി? ഒന്നുമില്ല, ഞാൻ നാളെ വരാം. ഇനി പേടിക്കാനൊന്നുമില്ലല്ലോ. ഏയ്, നോ പ്രോബ്ലം. നൗ ഷീ ഈസ് ഓൾ റൈറ്റ്. ഒരാഴ്ചത്തെ ബെഡ് റെസ്റ്റ്, ദാറ്റ്സ് ഓൾ. ലക്ഷ്മിയാണ് വിവരങ്ങളെല്ലാം എന്നോട് പറഞ്ഞത്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. നീ ധരിച്ചതുപോലല്ല കാര്യങ്ങൾ. അവൾ ചെയ്തതെല്ലാം നിന്നെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ശ്രീദേവിക്ക് കുറേയേറെ രക്തം നഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പൊ പേടിക്കാനൊന്നുമില്ല. എനിക്കെന്റെ ശ്രീദേവിയെ കാണണം. എനിക്കെന്റെ ശ്രീദേവിയെ കാണണം. അതിനി മിശ്രീ, എനിക്കെന്റെ ശ്രീദേവിയെ കണ്ടേ പറ്റൂ. അലക്സൂട്ടി എന്താ ഈ പറയുന്നേ? ഞാനവിടെ എത്തും. ഞാനവിടെ എത്തും. അലക്സൂട്ടി, എന്റെ മോളെ, എന്തിനാ നീ ഇത് ചെയ്തത്? എന്റെ അലക്സിന് ഞാൻ ഇനി ജീവിക്കണ്ടെന്ന് തോന്നി. പക്ഷേ ഇപ്പൊ ജീവിച്ചേ മതിയാവും. എനിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ അലക്സിന് വേണ്ടി. പിന്നെ ഏടത്തി എന്തിനാ അമ്പലങ്ങൾ തോറും വഴിപാട് കഴിക്കുന്നത്? ഗുരുവായൂർ ഉണ്ണിക്കണ്ണന് മുടങ്ങാതെ വെണ്ണ നേദിക്കുന്നത്?
മോളെ നീ എടുത്തി നോറ്റ നോമ്പുകൾ എനിക്കാ വലിച്ചത്. മോളെ അലക്സ്, അയ്യോ രക്തം വരുന്നല്ലോ, സീക്കിരം പിടിക്ക, ഹോസ്പിറ്റലിൽ കൂട്ടിട്ട് പോണം, സീക്കിരം ആവട്ടോ. ശ്രീദേവി റൂം നമ്പർ 54 ഞങ്ങൾ പുറത്ത് കാറി വെയിറ്റ് ചെയ്യാം. ഒക്കോ സന്ദർഭം മനസ്സിലാക്കി പ്രവർത്തിച്ചോ. ഡ്രസ് പിടിക്കേ. ഇതെന്നെ സാർ? സൈലൻസ് പ്ലീസ്. 64 நம்பர் பேஷண்ட் இறந்து போச்சு, சீக்கிரம் மோர்ச்சரில் போடு. போ. எஸ் டாக்டர். போயா. அத பாருங்க, 71 நம்பர் பேஷண்ட்டுக்கு தூங்குறதுக்கு ஊசி போட்டிருக்கு. 2 hours தூங்கணும். யாரும் டிஸ்டர்ப் பண்ண கூடாது. நீங்களும் ஜாக்கிரதை, நீங்க கூட. അലക്സ്, അലക്സ്, ഞാൻ ഒന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. എന്ത് പറ്റി? ഒന്നുമില്ല, പോകാം, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. ഇല്ല, നമ്മൾ പൊയ്ക്കൂടാ, പോകാൻ പാടില്ല. എന്തായി പറയുന്നത്? നമ്മൾ രണ്ടാളുടെയും കാര്യം മാത്രം ചിന്തിച്ചാ പോരാ. ഇപ്പോ ഞാൻ അലക്സിന്റെ ആ ഈ നിന്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ റൂമിലുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പറയുന്നത് കേൾക്ക്. അലക്സ് തിരിച്ചു പോണം, പോകണം. നമുക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞിന് വേണ്ടി ശിക്ഷയുടെ കാലാവധി പൂർത്തിയാക്കണം. അല്ലാതെ സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അലക്സ് തിരിച്ചു വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും.